എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ചു, പാൻ വെച്ചു. പാൻ നന്നായിട്ട് ചൂടായി. കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂൺ എണ്ണ, അതൊന്ന് വഴണ്ട് വരാൻ മാത്രം. എന്നിട്ട് നമ്മുടെ എന്താ പറയുക, വെജിറ്റബിൾസാണ്. കുറച്ച് ക്യാരറ്റും പിന്നെ ക്യാബേജ്, വയലറ്റ് ക്യാബേജാണ്. അതുപോലെ ബീൻസ്, ക്യാപ്സിക്കം, സവോള, വെളുത്തുള്ളി, അതുപോലെ കൂടുതലായിട്ടുള്ളത് കോളിഫ്ലവറാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഇനി നമുക്ക് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ വെജിറ്റബിളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിളും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവേ. ഞാനിപ്പോൾ ഇതിനകത്ത് ഉപ്പോ മറ്റ് യാതൊരു പൊടിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മസാലയോ കുരുമുളകോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം സാധാരണ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇതിൻ്റെ ഉപ്പിടുമ്പം സ്വാഭാവികമായിട്ടും വെജിറ്റബിളിനകത്തുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഞാനിത് ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ചിക്കൻ്റെ സ്റ്റോക്ക് ഇവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉപ്പും മറ്റ് മസാലകളും എല്ലാം ഉണ്ട്. അത് കാരണം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയോ ഉപ്പോ ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സാലഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ സാലഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ള സാലഡുകളുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുന്നത് ഫുഡാണിത്. അപ്പോൾ നമ്മളിതിനകത്ത് അപ്പോഴ് തന്നെ കഴിച്ച് തീർക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയോ ഒക്കെ പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കുവാണേ. ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പും എരിവും മസാലയും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെജിറ്റബിൾ അങ്ങ് ശരിക്കും വെന്ത് പോകരുത്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ആവശ്യത്തിന് വെന്തു. ഒത്തിരി വെന്ത് പോകരുത്. വെന്ത് പോയാൽ സാലഡ് ആകുമ്പോൾ കൊള്ളില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ പാകമാകുമ്പോഴത്തേന് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഇളക്കിയിട്ട് ഇത് വാങ്ങി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ചപ്പാത്തിയും കുറച്ച് സാലഡും പിന്നെ ഒരു മുട്ടയും, ഈ മുട്ടയ്ക്കകത്ത് ഞാൻ കാന്താരിയൊക്കെ വെച്ചിട്ടുണ്ട്. കാന്താരിയും കുരുമുളകും ഉപ്പും. അപ്പോൾ ഷുഗർ രോഗികളോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, വെയിറ്റ് കുറയ്ക്കണമെന്ന് തോന്നുന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് നമ്മുടെ ഡിന്നറിനും ഒക്കെ ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.